സൂണ എന്തോടി ചേട്ടാ നീ വന്നേ. അതെ നമുക്ക് ആ വീടൊന്ന് കാണാൻ പോണ്ടേ? അതിന് നമ്മൾ കാണാൻ പോയിട്ട് കാര്യം എന്തോ? ആര് ജയിച്ചാലും നമ്മൾ ആശ്രിതന്മാരല്ലേ? അല്ല, നമ്മൾ ആശ്രിതരല്ല. നമ്മളാണ് ഭരണക്കാര്. ഇങ്ങോട്ട് നോക്കാൻ. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇവിടെ ഭരിക്കുന്നത് ആരാണെന്നാണ് നിന്റെ വിചാരം? അത് മന്ത്രിമാര്. അല്ല, തെറ്റി. അവിടെ നിനക്ക് തെറ്റി. എടേ, മന്ത്രിമാര് പാവകള്. അവര് റോബോട്ടുകളാണ്, റോബോട്ടുകൾ. അവർക്ക് ചുറ്റും ഒരു സേവക വൃന്ദമുണ്ട്. അവരാണ് ഈ മന്ത്രിമാരെ കൊണ്ട് ഭരിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ സതിയും ലീലാവതി. അവരാര് വേണമെങ്കിലും ജയിച്ചോട്ട്, പക്ഷെ ഭരിക്കുന്നത് നമ്മളായിരിക്കും. നടപ്പാക്കുന്നത് നമ്മുടെ നയങ്ങളായിരിക്കണം. അത് കൊള്ളാം ഐഡിയ. ഭരണത്തിൽ ദോഷം വന്നാ പഴി അവർക്ക്, കാശ് നമുക്കും. കേട്ടാ? അതൊക്കെ പോട്ടു. ആ നഗറിലെ ഓഫീസ് മന്ദിരം യഥാർത്ഥത്തിൽ ആരുടെ വകയാണ്? അത് നമ്മുടെ. അപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. വാ വാടേ. ചേച്ചി ഹാസ്യ നോവലാണോ വായിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒന്ന് 7 അയലത്ത് നിൽക്കാൻ ഒരു ഹാസ്യ നോവലില്ല. അയ്യോ, അയ്യോ, എനിക്ക് സഹിക്കണില്ല മാമ. എന്താണ് കുട്ടിയെ ഇത്ര അധികം ആനന്ദ തുണ്ടലതയാക്കിയിരിക്കുന്നത്? ഈ പുസ്തകം എനിക്കും തരൂ, ഞാനും ഒന്ന് പാരായണം ചെയ്യട്ടെ. അയ്യോ, അമ്മാവന്റെ കൃമിയടി വർത്താനം കേട്ടാ പോലും എനിക്ക് ഇത്രയും ചിരി വന്നിട്ടില്ല ഭഗവാനെ. എന്താ ചേച്ചി? അയ്യോ ചേച്ചി, എന്താ എന്താ അയ്യോ അയ്യോ എന്താ ചേച്ചി? അയ്യോ തെരഞ്ഞെടുപ്പിന് നാട്ടുകാർ കൊടുത്ത എന്റെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചാണ് ഒരു പഴയ സാധനം. ഇത് വായിച്ചാണ് എന്റെ അച്ഛൻ ചത്തുപോയത്. വേണ്ട വേണ്ട, ശത്രുക്കളുടെ മുമ്പിൽ നമ്മുടെ രഹസ്യം വിട്ടു കൊടുക്കണ്ട. പുറത്തു പോണം, പുറത്തു പോണം. പോണം. ഏതല്ല അവൻ വന്നിരിക്കുന്നു. ഈ പത്രികയില് നല്ല നല്ല വാഗ്ദാനങ്ങളുണ്ട്. അതൊക്കെ വെറും വഞ്ചനയായി പോകത്തില്ലേ? നമുക്ക് പാവം കിട്ടും. ഒന്നാ പാവൻ തിന്നാ. ഈ പത്രിക കിടക്കുന്നുണ്ടല്ലേ, എന്തൊക്കെ വാഗ്ദാനങ്ങളാ! ജില്ലകൾ തോറും വിമാനത്താവളം, ഹാർബർ, വീട്ടിലെല്ലാവർക്കും തൊഴിൽ, പെൻഷൻ. അത് തന്നെ. ഇതൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നവർക്ക് കിട്ടണ്ടേ പാവം. മനസ്സ് നന്നായിരുന്നാ മതി. അപ്പൊ പിന്നെ അല്പം കള്ളം പറഞ്ഞാലും ദേഹത്ത് പിടിക്കൂല. അല്ല എന്നാലും കുഞ്ഞിനിപ്പൊ നഗറിന്റെ പ്രസിഡന്റ് ആവണം അല്ലേ? പിന്നെ എങ്കിൽ ഒരു പേനും പേപ്പറും എടുക്കണം. നമുക്ക് വാഗ്ദാനങ്ങളായിരുന്നു. ചേട്ടത്തിക്ക് വോട്ട് ചെയ്യാ. ആർക്കോട്ട് ചെയ്യണമെന്ന് ഇത് കണ്ണില്ലേ? ചേട്ടത്തിക്ക് ചേട്ടത്തിക്ക് വോട്ട് ചെയ്യുക. ചേട്ടത്തി എന്ന് വെച്ചാ ചേട്ടത്തി യാത് ചേട്ടത്തി? അയ്യോ ഞാൻ മുറ പറഞ്ഞ് ബോർഡ് എഴുതിയല്ലേ. ലീലാവതി ചേട്ടത്തിക്ക് വോട്ട് ചെയ്യാന്ന് തിരുത്താം. ലീലാവതിക്ക് വോട്ട് ചെയ്യാന്ന് എഴുതിയാ പോരെ? ചേട്ടത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ സ്ഥാനമാണ്.
ചേട്ടത്തിയെ പേര് വിളിക്കാൻ പാടില്ല. പിന്നെ ഉണ്ടല്ലേ, നാളെ മുതൽ വീടുകളിൽ സ്പീഡ് വർക്കാണ് നടക്കാൻ പോകുന്നത്. ക്യാൻവാസിങ്. അതോടെ മറ്റൊരു ഫ്ലാറ്റ്. അവിടെ കോമഡി എന്തൊരു തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കോമഡിയാ? ആ, പ്രകടന പത്രിക നോക്കാം. എത്രത്തോളം പത്രിക നമുക്ക് നോക്കാം. കഷ്ടങ്ങൾ തന്നെ. വോട്ട് ചെയ്താൽ മതി. ഒന്ന്, വഴിവിളക്കുകൾ മാറ്റി സ്ഥാപിക്കും. ഓരോ പോസ്റ്റിലും ഈ 2 ട്യൂബ് ലൈറ്റുകൾ ഇടും. നടക്കാത്ത കാര്യമല്ലേ അമ്മാവ? ആ, ദേ, ഇതാ എന്റെ ഗുണം മാറുന്നത്. ആ, നടക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി പ്രചരിപ്പിക്കണോ? എന്താ സാധി കുഞ്ഞിന് രാഷ്ട്രീയത്തിൽ പിടിപാടില്ലാത്തോണ്ടാണ് ഇത് കേൾക്കുമ്പോ ചമ്മല് സംഭ്രാന്തി ഇളകണം. അത് തന്നെ കണ്ണടച്ച് കളത്തറ എഴുതണം ചേച്ചി. അയ്യേ, അല്ല പിന്നെ നോക്ക് ഞാൻ സതി, ഓണത്തിന് നമ്മൾ ഊഞ്ഞാലിടും. ഓണം കഴിയുമ്പോ ഊഞ്ഞാൽ അടിച്ചു മാറ്റും. അതുപോലെ പ്രകടന പത്രികയും തൽക്കാലം ഇരുന്നൊന്ന് ആടാൻ വേണ്ടി. അത് തന്നെ ധൈര്യമായിട്ട് എഴുതണം ചേച്ചി. എഴുതു കുഞ്ഞെ, എഴുതണം. എഴുത് എഴുത്. എന്നാ പിന്നെ കാര്യമായിട്ട് എഴുതിയിട്ട് തന്നെ കാര്യം. മൂക്കോളം മുങ്ങിയിട്ട് പിന്നെ 3 ആളോ 4 ആളോ നോക്കിയിട്ട് കാര്യമുണ്ടോ? വാഗ്ദാനം 1, റോഡുകളുടെ വീതി 3 ഇരട്ടിയാക്കുന്നു. ദേ, വഴിവിളക്കുകൾ പകലും കത്തിക്കും. അല്ലല്ല, ഒന്നിന്നെ പകൽ വിളക്ക് എങ്ങനെ പകല് കത്തിക്കും? കിടക്കട്ടെ കുഞ്ഞെ, ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല. ആ, അങ്ങനെ ഓരോ ലൈനിലും സ്പെഷ്യൽ സെക്യൂരിറ്റിയെ നിയമിക്കും. ഇനി ഞാനൊന്ന് പറയട്ടെ, ആരും പറയാത്തത്. വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന ചപ്പു ചവറുകൾ പ്രസിഡന്റ് തന്നെ നേരിട്ട് കളക്ട് ചെയ്യും. ഇത് എന്തൊരു തല ഇത്. ശാരദേ, എന്ത് നല്ല വീടല്ലേ. ഇന്നലെ കണ്ണടച്ച് കിടന്നപ്പോഴേ കണ്ണിന്റെ മുമ്പിൽ ഈ വീട് തന്നെയായിരുന്നു. എനിക്ക് ഉറക്കം വന്നില്ലെന്നേ. എനിക്കും അങ്ങനെ തന്നെയാ. നാത്തും പ്രചരണത്തിന് സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ആണോ? എങ്ങനെ ജയിക്കണം, ഭരിക്കാൻ വേണ്ടി ഈ വീട്ടിൽ തന്നെ വരണം. സതിച്ചേച്ചി അങ്ങനെ തന്നെയാ. ജയിക്കാൻ വേണ്ടി 2ഉം കൽപ്പിച്ചിറങ്ങാൻ പോവാ. ആരാ ജയിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവര് ജയിക്കുമ്പോഴേ നമ്മൾ പുറത്താവൂ. അതിനുള്ള അവസരമൊന്നും നമ്മൾ ഉണ്ടാക്കരുത്. അതെ, ഒരു മുൻകരുതൽ വേണം. പക്ഷേ മറ്റുള്ളവരുടെ ഔദാര്യം പറ്റിക്കൂടിയുള്ള ജീവിതേ സുഗുണേട്ടന് തീരെ താല്പര്യമില്ലാത്ത ആളാ. ഓടിക്കച്ചേട്ടനോ? ഓസിന് ശാപ്പാട് കഴിക്കുന്നതിലും ഭേദം മരണമാണെന്നാ ഓടിക്കച്ചേട്ടൻ പറയുന്നത്. സത്യം. ആ, മുമ്പൊരിക്കൽ ഏതോ ഒരു പരിചയക്കാരൻ റോഡിൽ വെച്ച് കണ്ടപ്പോ ഒരു ചായ കുടിക്കാൻ വിളിച്ചു, ഒരു സന്തോഷത്തിന്. ഹോ, അന്ന് ചേട്ടൻ അങ്ങനെ പറയാൻ ശകാരം ഒന്നും ബാക്കിയില്ല. അല്ല, മനുഷ്യരങ്ങനെയാ, സുഗുണേട്ടനെ പോലെ. ആ, ഏതായാലും ഇലക്ഷൻ കൊണ്ട് നമുക്ക് കുറച്ച് നേട്ടം ഉണ്ടാവും. സത്യം. ചേച്ചി, ടീച്ചറെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. വീട് വീടാന്തരം കയറി ഇറങ്ങുക, നാട്ടുകാരുടെ കാലേ വീഴുക, പിന്നെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് ചോദിക്കുക. ചെയ്തു പോയ അപരാധങ്ങൾക്കല്ല, ചെയ്യാത്ത കാര്യങ്ങൾക്കാ മാപ്പി ചോദിക്കണ്ടത്. ഓ, എന്ത് വാഗ്ദാനങ്ങളാണ് വാരിക്കോരി കൊടുത്തിരുന്നത്. അല്ല ചേച്ചി, അതിപ്പോ ഞാൻ അറിഞ്ഞോ നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ലെൻസ് വെച്ച് നോക്കിയിരിക്കുകയാണ് നാട്ടുകാരെന്ന്. ഈശ്വര, ആകെ ഒരു പരിവേശം. ദേ നോക്കണം, ഇലക്ഷന് ഞാനെങ്ങാനും തോറ്റ ഒരു കയറ്, ഒരു മുഴം കയറ്, അതിലെന്റെ ജീവൻ കൊടുക്കില്ല. ഒരു മുഴം കയറി ഇത്രേ ഉള്ളൂ, അത് കഴുത്തി ചുറ്റാ പോലും എത്തത്തില്ല, പിന്നെ ഇവിടെ കെട്ടി തൂക്കുക. ദേ, ദുർചിന്തകളൊന്നും വേണ്ട. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാ ഈസി ആയിട്ട് ജയിച്ചു കയറാം. ഈശ്വര, തെരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോഴേ കാലിന്നൊരു കിടുകിടാന്ന് വിറയലങ്ങ് കയറുക. തലയ്ക്കാണെങ്കിൽ ഒരു മന്നതി. റിസൾട്ട് വരുമ്പോ മൊത്തം അങ്ങ് മാറിക്കോളും. ഒറ്റ വീഴ്ച അങ്ങ് വീഴാലോ. പ്രഷർ കയറ്റില്ലേ ചേച്ചി? ദേ, ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. ഈശ്വര, ഇലക്ഷൻ കണ്ടുപിടിച്ചവനെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ആ, ദേ, ചിട്ടയായിട്ട് വേണം പത്രിക ഇഷ്യൂ ചെയ്യാൻ. നമുക്ക് 4 ജംഗ്ഷനിലായിട്ട് നിൽക്കണം. വരുന്ന ആൾക്കാരോട് ആദ്യം തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത പറഞ്ഞ് ബോധവൽക്കരിക്കണം. പിന്നെ എന്തിനാണ് സതിയെ ജയിപ്പിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞ് വ്യക്തമാക്കണം. എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. വാഗ്ദാന നമ്പർ 18. അംഗങ്ങളെ വീട്ടിൽ മരണം നടന്ന പ്രസിഡന്റ് വന്ന് റീത്ത് വെക്കണം. കുഴിവെട്ട്, ദഹിപ്പിക്കൽ, കല്ലറ തയ്യാറാക്കൽ, സഞ്ചയനം, പ്രാർത്ഥന, കബറടക്കം തുടങ്ങി മരണത്തിന്റെ വിവിധ മേഖലകളിൽ. അയ്യ, നല്ല വാഗ്ദാനം. മണിമണിയായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പുറത്ത് ലീലാവതി പ്രകടന പത്രിക കൊടുക്കും. ലീലാവതി എങ്ങനെയുണ്ടാ എന്റെ ഡീലിംഗ്സ്? ഇതൊക്കെ നയത്തി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. എന്തോ നയം. അതായത്
ഞങ്ങൾ ഈ ലൈനിലും പ്രകടന പത്രിക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനെന്ത് വരണം, നമുക്ക് കൊണ്ട് വിതരണം ചെയ്യാം. ഷൈൻ ചെയ്യല്ലേ എന്ത്? അങ്ങനെ വേറെ ഷൈൻ ചെയ്യില്ലെന്ന് ആരാണ് ഷൈൻ ചെയ്യാൻ പോകുന്നതെന്ന് ഈ പ്രകടന പത്രിക വായിക്കുന്നവർ തീരുമാനിക്കും. കണ്ട ഇത് കണ്ട, വീടൊന്നിന് ഒരു കാറും ഒരു ബൈക്കും. അത് മാത്രമല്ല, നിർധനരായവർക്ക് ഇതിൽ ഒരുപാട് സഹായങ്ങൾ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അയ്യോ, അതെ നീ ആ ഏരിയ പോയി നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ചെല്ല്. എന്താ? അങ്ങ് പള്ളി പോയി പറഞ്ഞ ആ പള്ളി ഞാൻ പറയാം, പാതിരിയെ എടുത്ത് നീ പോയി പറ. വാ. നമ്മുടെ ചൂടുള്ള പ്രകടന പത്രിക. വീടൊന്നിനൊരു കാറും ഒരു ബൈക്കും. അനിയ, ഒറ്റ വർഷം കൊണ്ട് ഈ കോളനിയിൽ എല്ലാവർക്കും തൊഴിൽ. കാറും ബൈക്കും ഉണ്ടെങ്കിൽ പിന്നെ തൊഴിലെന്തിന്? അത് തള്ളിക്കൊണ്ട് നടക്കണ തൊഴിലല്ലേ? പെട്രോൾ നിന്റെ കുടുംബക്കാർ ഒഴിച്ചു കൊടുക്കും. പോടാ നീ അത് നോക്കണ്ട, അവിടുന്ന്. പിടിയെടാ. വിശ്വസിക്കല്ലേ? കാണിക്കണം പറ്റും. എല്ലാവർക്കും പറ. നടക്കുന്ന കാര്യങ്ങളാ ഇത്. ഇനി നമുക്ക് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം. പ്രകടന പത്രിക അച്ചടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സതിമോടെ കയ്യിലെ കാശെല്ലാം തീർന്നു. ആ നമുക്കൊരു കാര്യം ചെയ്യാം. രസീത് അടിച്ച് വീട് വിടാന്തരം കയറി പിരിച്ചാലോ? തെരഞ്ഞെടുപ്പ് സമയത്ത് പിരിവ് നടത്തിയ ആൾക്കാർ നെഗറ്റീവ് ആവും, മോശം അഭിപ്രായം വീഴും. പോസ്റ്റർ അടിക്കണം, നോട്ടീസ് അടിക്കണം, എല്ലാത്തിനും കാശ് വേണം. ഓ, ആരെങ്കിലും കുറച്ച് കാശ് കൊണ്ടുപോയി തന്നിരുന്നെങ്കിൽ. ആന്റണിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു 30 വോട്ട് കിട്ടും. വിജയന്റെ വീട്ടിൽ നിന്ന് എത്ര വോട്ട് കിട്ടും? ഒരു 17 വോട്ട് കിട്ടും. പിന്നെ ആ അച്ചാമ്മയുടെ വീട്ടിലെ കാര്യം മാറി. എന്താണ് ചേച്ചി കണക്കൂട്ടി നടക്കുന്നത്? എന്റെ കണക്കുകൂട്ടലുകളൊന്നും പിഴയ്ക്കാറില്ല. ഇത്തവണത്തെ മത്സരത്തിൽ ആര് ജയിക്കണമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു. സതി, ലീലാവതി, കുഞ്ഞഞ്ഞമ്മ ഇവരുടെ കൂടെ അന്നാമ്മ ചേച്ചി മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു 4 പേരായിക്കോട്ടെ. എടാ സുഗു, ഭരിക്കുന്നതിനേക്കാൾ സുഖം നമ്മളൊരാളെ വിലക്കെടുത്ത് അവരെ കൊണ്ട് ഭരിപ്പിക്കുന്നതാ. ബുദ്ധിയുള്ളവരങ്ങനെയാ. ദൈവം തമ്പുരാൻ കുറെ കാശ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. എന്താ ചേച്ചി? എടാ, പണക്കാരിയായതൊരു കുറ്റമാണോടാ സുഗു? പണക്കാർക്കും ഭൂമിയിൽ ചില മോഹങ്ങളൊക്കെ ഇല്ലേ? എന്തെങ്കിലും ആവട്ടെ. ആരാ? ഞാനൊരു പണക്കാരിയാ. ആര്? പണക്കാരി, ഒരു പാവം പണക്കാരി. പണക്കാരിയായത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. അല്ല. ആണോ? പണക്കാരിയായത് എന്റെ കുറ്റം കൊണ്ടാണോ? ആണോ? പറ, എന്റെ കുറ്റം കൊണ്ടാണോ? പണക്കാരിയായത് എന്റെ കുറ്റം കൊണ്ടാണോ? ആണോന്ന്? അതെ. ആണോ? പറ, എന്റെ കുറ്റം കൊണ്ടാണോ? ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ കുറ്റമല്ല. ഹലോ പെണ്ണുമ്പള, അല്ലേ? നമസ്കാരം. അതെ, ഞാൻ അന്നാമ്മ കുരുവിള. പണക്കാരിയാ. പണക്കാരിയായത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. പണക്കാരി വന്നാട്ടെ. അതെ, ഞാൻ നേരിട്ട് വീട്ടിൽ വന്ന് ഓട്ടി ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. വന്നാട്ടെ, വന്നാട്ടെ. ഇരിക്കണം. ഇരുന്നാട്ടെ. ശ്ശോ. എന്താ? അയ്യോ, ഇതെന്തോന്നാ? ഒരു പണക്കാരിക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ? അതെ സൈച്ചേച്ചി, കണ്ടെയ്നറിൽ കള്ളന്നോട്ട് വരുന്ന കാലമാണിത്. അയ്യോ, എന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതെടുക്കാൻ. നോക്കിക്കോളൂ, വ്യക്തമായിട്ട് നോക്കിക്കോളൂ. സംഗതി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞാ. സതിയെ ഞാൻ വിലക്കെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സതിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ദേ, ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കുള്ളതാ. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. ഞാനൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈ നഗറിൽ ഞാൻ ജയിച്ചാൽ എന്റെ ആയുഷ്കാല കൂറ് അന്നാമ്മ കുരുവിളയോടായിരിക്കും. കുരുവിള കൽപ്പിക്കും, സതി അനുസരിക്കും. ഒരു യഥാർത്ഥ പണക്കാരന്റെ ജീവിത സാഫല്യവും അത് തന്നെയാ. നമ്മൾ കാശ് കൊടുക്കുന്നു, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ഭരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ലീലാവതിയുടെയും കുഞ്ഞുഞ്ഞമ്മയുടെയും പതനം, അതാണ് എന്റെ ആഗ്രഹം. പോയി വരട്ടെ. ധൈര്യമായി പോയി വരും. അല്ല, ഞങ്ങളും കൂടെ വരാം. വന്നാട്ടെ പണക്കാരി. നടന്നു. എടാ ഓടിക്കേ, നമ്മുടെ വിജയം ഉറപ്പായടാ. അന്നാമ്മ കുരുവിളെ പോലൊരു മഹതിയുടെ പിന്തുണ കിട്ടുക, അതിൽ പര ഒരു ഉറപ്പ് വേണ്ടല്ലോ ജയത്തിന്. വന്നാട്ടെ, വന്നാട്ടെ, വാടാ. അമ്മാവാ, ഇതാണ് അന്നാമ്മ കുരുവിള. പാവം പണക്കാരിയാ. അന്നാമ്മ കുരുവിള മാഡം സതിച്ചേച്ചിക്ക് പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചു വന്നിരിക്കുക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എല്ലാവിധ വിജയാശംസകളും. അയ്യോ,
നടക്കാനോ ഓടിക്കേ കാർ പിടിച്ചോണ്ട് പോടാ. ഞാൻ ദാ വരുന്നു. 2 ലൈൻ അപ്പുറത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. വീണ്ടും എല്ലാവിധ വിദ്യാശംസകളും. പോരാ. പാവല്ലേ, ദൈവം എന്തിനാ എന്താ ഇവർക്ക് ഇത്രയും പണം കൊടുത്തത്? വാടാ. ആ, ഇനിയും വരും ഇതുപോലെ പല മഹതികളും. ആഹാ